ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഏറെ ജനപ്രീതിയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ദുബായ്. ആഡംബര ഹോട്ടലുകളും സ്വാദേറിയ ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറന്റുകളും എല്ലാം ദുബായിയുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ടെന്ന് അറിയുക. അവിടുത്തെ കർക്കശമായ നിയമങ്ങളാണ് അത്. 17 വയസ്സുകാരിയായി പ്രണയത്തിലായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് തടവ് ശിക്ഷ അഭിമുഖീകരിക്കുന്ന 20കാരനായ ബ്രിട്ടീഷ് വംശജന്റെ അനുഭവം അത് എടുത്തു പറയുന്നു. യുഎയിലേക്കുള്ള യാത്രാ നിർദ്ദേശങ്ങൾ അടങ്ങിയ പേജിൽ ഇങ്ങനെ പറയുന്നു: ചില സർക്കാർ കെട്ടിടങ്ങളുടെയും അതുപോലെ സൈനിക കേന്ദ്രങ്ങളുടെയും ഫോട്ടോകൾ എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയുടെയും ഫോട്ടോ എടുക്കുന്നതിന് മുൻപായി അവരുടെ അനുവാദം വാങ്ങിയിരിക്കണം എന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. അവരെ കേന്ദ്രീകരിച്ച ചിത്രമെടുത്തതെങ്കിൽ കൂടി അത് നിയമപരമായി ഗുരുതരമായ കുറ്റമാണ്. അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും പതിവായി ഉപയോഗിക്കുന്ന വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് ദുബായിൽ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. പല സഞ്ചാരികളും VPN പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഓർക്കാതെ ഇവിടെ എത്തി പ്രശ്നത്തിലാകാറുണ്ട്. അതുപോലെ സർക്കാരിനെയും കമ്പനികളെയും വ്യക്തികളെയും അതുപോലെ യുഎയിൽ നടന്ന ഏതെങ്കിലും സംഭവങ്ങളെയും കുറിച്ച് വിമർശിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതും കുറ്റകരമാണ്. അതുപോലെ പോപ്പി വിത്തുകൾ, അവ ബേക്കറി ഉൽപ്പന്നങ്ങളാണെങ്കിൽ പോലും നിയന്ത്രിത വസ്തുക്കളുടെ പട്ടികയിലാണ് ഉള്ളത്. അതുപോലെ കോഡീൻ ഉൾപ്പെടെയുള്ള ചില മരുന്നുകളും ഈ പട്ടികയിലുണ്ട്. ഇത്തരം വസ്തുക്കൾ കൂടെ കരുതുന്നത് ഒരുപക്ഷെ നിങ്ങളെ കുഴപ്പത്തിലാക്കിയേക്കാം. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹേതര ബന്ധം ഉൾപ്പെടെ 18 വയസ്സിന് മേലുള്ള പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം UAE നിയമപ്രകാരം അനുവദനീയമാണ്. എന്നാൽ ഇതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. നിങ്ങൾ വിവാഹിതരായ സ്ത്രീ പുരുഷനുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിലെ പങ്കാളി പരാതിപ്പെട്ടാൽ ഇവർക്ക് തടവ് ശിക്ഷ ലഭിച്ചേക്കാം. അതുപോലെ 18 വയസ്സായ ഒരാൾ 17 അല്ലെങ്കിൽ അതിൽ താഴെ ഉള്ളവരുമായി ബന്ധപ്പെട്ടാൽ ഇത്തരത്തിൽ ശിക്ഷ ലഭിക്കും. രണ്ടുപേരും 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുമെങ്കിലും തടവ് ശിക്ഷ കിട്ടാൻ സാധ്യത കുറവാണ്. അതേസമയം പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കാൻ പൊതുസ്ഥലത്ത് ചുംബിക്കുന്നതും നിയമപ്രകാരം കുറ്റകൃത്യമാണ്. ഇങ്ങനെ ചെയ്യുന്നവർ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ടോണുകൾ, സിഗരറ്റുകൾ, ഹോവർ ബോർഡുകൾ എന്നിവയ്ക്ക് പ്രത്യേക അനുവാദം വാങ്ങേണ്ടതുണ്ട്. അതുപോലെ മാജിക്, മന്ത്രവാദം എന്നിവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾക്കും പ്രത്യേകം അനുവാദം ആവശ്യമാണ്. നേരിട്ടോ ഓൺലൈൻ വഴിയോ അശ്ലീല സൂചനകൾ നൽകുന്നതും ഇവിടെ കുറ്റകരമാണ്. അതുപോലെ പൊതുസ്ഥലങ്ങളിൽ മദ്യപിക്കുന്നതും മദ്യപിച്ച് പ്രത്യക്ഷപ്പെടുന്നതും കുറ്റകരമാണ്. UAയിൽ നിരോധിക്കപ്പെട്ട മരുന്നുകൾ കൈവശം വയ്ക്കുക, വാഹനമോടിക്കുമ്പോൾ മറ്റു ഡ്രൈവർമാർക്കെതിരെ അശ്ലീലാംഗ്യം കാണിക്കുക, അലറി വിളിക്കുക, ക്രോസ് ഡ്രസ്സിംഗ് എന്നിവയും ഇവിടെ നിരോധിക്കപ്പെട്ടവയാണ്. അതുപോലെ സ്ത്രീകൾ തോളും കാൽമുട്ടും മൂടിയിരിക്കണം. നീന്തൽ വസ്ത്രങ്ങൾ ബീച്ചുകളിലും സ്വിമ്മിംഗ് പൂളുകളിലും മാത്രമേ ഉപയോഗിക്കാവൂ. അതുപോലെ റമദാൻ മാസങ്ങളിൽ സൂര്യോദയത്തിനും അസ്തമയത്തിനും ഇടയിൽ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതും പുകവലിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു എന്ന് വേൾഡ് നോമാഡ്സ് ഇൻഷുറൻസ് പറയുന്നു. മുസ്ലിമേതര വിഭാഗങ്ങളും ഇത് പിന്തുടരണമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. റമദാൻ മാസത്തിൽ അല്ലെങ്കിൽ പോലും പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ അനുവദനീയമല്ല.